രാജ്യവ്യാപകമായി ഇൻഡിഗോ വിമാന സർവീസുകൾ റദ്ദാക്കുന്നത് തുടരുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള 4 സർവീസുകൾ റദ്ദാക്കി. യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ അധിക സൗകര്യം ഏർപ്പെടുത്തിയെന്ന് വിമാനത്താവളം അധികൃതർ വ്യക്തമാക്കി. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, നമ്മളിപ്പോൾ ബൽറാമിനോട് ഇതേ കാര്യം തന്നെ ചോദിക്കുകയായിരുന്നു. എന്താണ് യാത്രക്കാർക്കുള്ള പരിഹാരം എന്നുള്ളത്? അതിലിപ്പോൾ ബദൽ നിർദ്ദേശങ്ങൾ എന്താണ് എന്നതാണ്. അതിൽ ഇൻഡിഗോ കൃത്യമായൊരു വിശദീകരണം നൽകുന്നില്ല. പക്ഷേ വിമാനത്താവള അധികൃതർ അവർക്ക് അധിക സൗകര്യം ഏർപ്പെടുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു ആത്യന്തിക പരിഹാരം എന്ന രീതിയിലേക്കല്ലല്ലോ. നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം 4 വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ മുംബൈ തിരുവനന്തപുരം ഹൈദരാബാദ്, ചെന്നൈ തിരുവനന്തപുരം ചെന്നൈ, ബാംഗ്ലൂർ തിരുവനന്തപുരം ബാംഗ്ലൂർ, ഒപ്പം ബാംഗ്ലൂർ തിരുവനന്തപുരം ബാംഗ്ലൂർ എന്നീ 4 വിമാന സർവീസുകളാണ്, ആഭ്യന്തര വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. ഇന്നലെ അർദ്ധരാത്രി പുറപ്പെടേണ്ട, അതായത് 1:30 പുറപ്പെടേണ്ട ഷാർജ വിമാനം ഇന്ന് വൈകിട്ട് 5:30 പുറപ്പെടുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും താൽക്കാലിക ക്രമീകരണങ്ങൾ വിമാനത്താവള അധികൃതർ ഈ യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായി ഇവരുടെ സൗകര്യങ്ങൾ അധികമായി ഇരിപ്പിടങ്ങൾ ഒരുക്കി നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ വിമാനങ്ങൾ വൈകുന്നതിനെ തുടർന്ന് യാത്രക്കാർക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് ഇപ്പോൾ വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ യാത്രക്കാർക്ക് ഈ എയർലൈൻ ജീവനക്കാരുമായുള്ള സംശയങ്ങൾ, പ്രത്യേകിച്ച് ഈ വിമാന സർവീസുകൾ റദ്ദാക്കി കഴിഞ്ഞാൽ ഇവരുടെ റീഫണ്ട് അടക്കം ലഭിക്കണം. അത് ലഭിക്കുന്നത് എങ്ങനെ, അതുമായി ബന്ധപ്പെട്ട് ബദൽ ക്രമീകരണം ഒരുക്കാൻ കഴിയുമോ, അതോ അടുത്തിനി പോകുന്ന വിമാനത്തിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സർവീസിൽ ഇവർക്ക് പകരം ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം മറുപടി നൽകാൻ ഇനി ഒരു എയർലൈനിൻ്റെ എല്ലാ ജീവനക്കാരെയും അവിടെ സ്ഥിരമായി ലഭിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡിഗോ ഈ ജീവനക്കാരോടൊരു മാപ്പപേക്ഷ കൂടി നൽകുന്നുണ്ട്. ഇത്തരത്തിൽ യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളിൽ ക്ഷമ ചോദിക്കുന്നു. ഒപ്പം യാത്രക്കാർക്ക് പൂർണ്ണമായി റദ്ദാക്കിയ സർവീസുകളുടെ റീഫണ്ട് ഏത് അക്കൗണ്ടിൽ നിന്നാണോ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ആ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരുമെന്നും, ഒപ്പം മറ്റ് സർവീസുകൾ ലേറ്റായി ലഭിക്കുന്ന സർവീസുകൾക്ക് ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം ഈ ഗ്രൗണ്ട് സ്റ്റാഫുകളെല്ലാം ഒരുക്കി നൽകുമെന്നുള്ളതെല്ലാം അറിയിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇപ്പോൾ ഇൻഡിഗോ ഇട്ടിട്ടുണ്ട്. ആ ഒരു അറിയിപ്പ് മാത്രമേ ഇപ്പോൾ ഇൻഡിഗോയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി യാത്രക്കാർക്ക് ലഭിച്ചിട്ടുള്ളൂ. എന്തായാലും വിമാനത്താവള അധികൃതർ നേരിയ രീതിയിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടക്കം ഇന്നലെ അർദ്ധരാത്രി പോകാനുള്ള യാത്രക്കാരടക്കമുള്ളവർ ഇപ്പോഴും അവിടെ തങ്ങി നിൽക്കുകയായിരുന്നു. ഇന്ന് രാവിലെ വരെയും അവരെന്ത് ചെയ്യണമെന്നുള്ള ഒരു മറുപടി നൽകിയിരുന്നില്ല. എന്തായാലും അതിന് വേണ്ടി ഇപ്പോൾ എയർലൈൻ ജീവനക്കാരുടെ സാന്നിധ്യം ഉറപ്പാക്കുമെന്നും മറ്റ് സൗകര്യങ്ങൾ ഇരിക്കാനും മറ്റ് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പാടാക്കി നൽകുമെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.